ക്രിസ്ത്യൻ സമുദായത്തെ തഴയുന്നവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളും തഴയുമെന്ന് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശവും പ്രാതിനിധ്യവും തങ്ങൾക്കും വേണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സമീപനമായിരിക്കും. സഭ സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സദസ്സിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുമെന്നും ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, സഭ ഘടിപ്പിക്കുകയാണോ? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബിഷപ്പ് വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ആരും വോട്ട് പാഴാക്കരുതെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. നാടിന്റെ നന്മയ്ക്ക് ഒതുങ്ങും വിധം വോട്ട് രേഖപ്പെടുത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേകമായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. പക്ഷേ വേണ്ടി വന്നാൽ പരസ്യമായ നിലപാട് പറയേണ്ടി വരും. കത്തോലിക്ക കോൺഗ്രസ് എന്ന പേരിൽ സ്ഥാനാർത്ഥികൾ ഇത്തവണ ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ന്യൂനപക്ഷ സമുദായമാണ് തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശവും പ്രാതിനിധ്യവും തങ്ങൾക്ക് വേണം. തങ്ങളെ തഴഞ്ഞാൽ മറ്റുള്ളവരെയും തങ്ങൾ തഴയും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതേ സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു നിലപാട് പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഈ വാർത്താ സമ്മേളനം നടന്നത് ജാഗ്രതാ സദസ്സ് സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. ഈ ഞായറാഴ്ച സമുദായ ജാഗ്രതാ സദസ്സ് സഭ സംഘടിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് ബിഷപ്പ് നിലപാട് വ്യക്തമാക്കിയത്. ഭരണഘടനയ്ക്കെതിരായി ചില മതങ്ങളെ അംഗീകരിക്കുക, ചില മതങ്ങളെ എതിർക്കുക എന്ന സമീപനം ശരിയല്ല. ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്ന് പ്രധാനമേ കണ്ട് താൻ അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങൾക്ക് ഈ അധ്യാപക നിയമനത്തിൽ ലഭിക്കുന്ന അവസരം ക്രൈസ്തവ മാനേജ്മെന്റിന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ ബിഷപ്പ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നും അതിന് വിപരീതമായ അഭിപ്രായങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായത് വേദനിപ്പിച്ചുവെന്നും വ്യക്തമാക്കി. എന്തായാലും ജാഗ്രതാ സദസ്സിന് മുന്നോടിയായി പല വിഷയങ്ങളിലും മാർ ആൻഡ്രൂസ് താഴത്ത് തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമ്മൾ ഇന്ന് കണ്ടത്. ശരി നടരാജ്.